ആലപ്പുഴയിലേക്ക് പോകുമ്പോൾ ശരണ്യ, ഈ സാബു ഒരു റിട്ടയർമെൻറ്റിൻ്റെ ഘട്ടത്തിൽ നിൽക്കുമ്പോഴാണ് ഇത്തരത്തിലൊരു നടപടി നേരിടുന്നത്. ഇന്നലെ DGP പോലീസിൻ്റെ ചില ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുത്തെങ്കിലും ഈ DYSP നടപടി ഉണ്ടാവുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നാണ്. എന്തായാലും ഈ വിഷയത്തിൽ ചൈത്ര തെരേസെ ജോൺ ആലപ്പുഴ SP-യുടെ റിപ്പോർട്ട് നിർണായകമാണെന്നാണ് മനസ്സിലാവുന്നത്. അങ്ങനെയെങ്കിൽ കൂടുതൽ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ഉണ്ടാവാൻ സാധ്യതയുണ്ടോ? ഒരുപക്ഷേ മുഖ്യമന്ത്രിയുടെ ഓഫീസ് തന്നെ നേരിട്ട് ഇടപെട്ടുകൊണ്ട് അത്തരം ചില നീക്കങ്ങൾ ഉണ്ടെന്ന് വേണം മനസ്സിലാക്കാൻ. ശരണ്യ, തീർച്ചയായിട്ടും ഇത്തരത്തിൽ വലിയ ആക്ഷേപം സംസ്ഥാന പോലീസും ഒപ്പം തന്നെ ഗുണ്ട മാഫിയ സംഘങ്ങളുമായി ബന്ധമുണ്ട് എന്നുള്ള ആരോപണം നിലനിൽക്കുകയും പല പ്രത്യക്ഷ ഉദാഹരണങ്ങളും മാധ്യമങ്ങളിലടക്കം വരികയും ചെയ്ത പശ്ചാത്തലത്തിൽ കർശനമായ നടപടിയിലേക്ക് നീങ്ങണമെന്നുള്ള നിർദ്ദേശമുണ്ട്. പ്രത്യേകിച്ച് സർക്കാരിന് തന്നെ നാണക്കേടായി ഈ സംഭവങ്ങൾ മാറുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. എന്തായാലും നമുക്ക് ആലപ്പുഴയിലെ കേസ് പരിശോധിക്കുകയാണെങ്കിൽ DYSP സാബു, അദ്ദേഹം ഇപ്പോൾ സ്റ്റേറ്റ് സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ ആലപ്പുഴ ജില്ലയുടെ ചുമതലയുള്ള DYSP ആണ്. ആലപ്പുഴ ജില്ലാ സ്റ്റേറ്റ് സ്പെഷ്യൽ ബ്രാഞ്ച് DYSP ആണ് സാബു. വിരമിക്കാൻ ഈ മാസം 30-നാണ് അദ്ദേഹം വിരമിക്കാൻ. അദ്ദേഹത്തിന് വിരമിക്കലിന് വേണ്ടിയുള്ള വിരമിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് യാത്രയയപ്പ് നൽകുന്നതിന് വേണ്ടിയുള്ള പന്തൽ വരെ ഒരുക്കി വലിയ ആഘോഷമായി ഇവിടെ ഡിപ്പാർട്ട്മെന്റ് ഓഫീസിന്റെ മുന്നിൽ ഒരുക്കിയ ഒരു പശ്ചാത്തലത്തിലാണ് സേനയ്ക്ക് ആകെ നാണക്കേട് ഉണ്ടാക്കിക്കൊണ്ട് ഇപ്പോൾ ഒരു നടപടിയിലേക്ക് നീങ്ങിയിരിക്കുന്നത്. ഈ സാബുവിന്റെ ഒരു ചരിത്രം നമ്മൾ പരിശോധിച്ചാൽ സഹിതം ഓർക്കുന്നുണ്ടാവും. ഒരുപക്ഷെ ഇതിനു മുമ്പും ഇദ്ദേഹത്തിന്റെ പേരുകൾ പല കേസുകളുമായി ബന്ധപ്പെട്ട് നമ്മൾ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. പ്രത്യേകിച്ച് ലഹരിക്കടത്ത് കേസുമായി ബന്ധപ്പെട്ടുണ്ടായ ആരോപണങ്ങളിൽ ആദ്യഘട്ടത്തിൽ 2 റിപ്പോർട്ടുകളാണ് പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. ഒന്ന് സ്റ്റേറ്റ് സ്പെഷ്യൽ ബ്രാഞ്ചും ഒപ്പം തന്നെ ആലപ്പുഴയുടെ ജില്ലാ സ്പെഷ്യൽ ബ്രാഞ്ചും നടത്തിയ 2 അന്വേഷണങ്ങൾ. അതിൽ ഒരു അന്വേഷണത്തിൽ ആദ്യഘട്ട റിപ്പോർട്ടായി ജില്ലാ പോലീസ് മേധാവി ചൈത്ര തെരേസ ജോണിന് വേണ്ടി തയ്യാറാക്കിയ റിപ്പോർട്ടിൽ ലഹരിക്കടത്ത് കേസിൽ ആരോപണ വിധേയരായ പ്രതികൾക്ക് അല്ലെങ്കിൽ ആരോപണ വിധേയരായ വ്യക്തികൾക്ക് വേണ്ടിയുള്ള പോലീസ് നടത്തിയ രഹസ്യ അന്വേഷണത്തിൽ പൂർണ്ണമായി ക്ലീൻ ചിറ്റ് നൽകിക്കൊണ്ടുള്ള ഒരു റിപ്പോർട്ടായിരുന്നു ഈ സാബുവിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് എന്നുള്ളതാണ് നമ്മൾ അന്ന് റിപ്പോർട്ട് ചെയ്തത്. അതിനുശേഷം ഈ റിപ്പോർട്ട് ജില്ലാ പോലീസ് മേധാവിക്ക് നൽകുന്നതിന് മുമ്പ് തന്നെ 3 മാധ്യമങ്ങളെ വിളിച്ച് രഹസ്യമായി ഈ വിവരം കൈമാറുകയും മാധ്യമങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ അടക്കം, അതായത് പ്രതികൾക്ക് അല്ലെങ്കിൽ ആരോപണ വിധേയരായ വ്യക്തികൾക്ക് ക്ലീൻ ചിറ്റ് നൽകിക്കൊണ്ടുള്ള റിപ്പോർട്ടാണ് താൻ നൽകിയിട്ടുള്ളതെന്നും അത് മാധ്യമ വാർത്തകളാക്കി അവർക്ക് കുറച്ചുകൂടി സപ്പോർട്ട് നൽകുന്നതിന് വേണ്ടിയുള്ള ഒരു ഇടപെടൽ അന്ന് സാബുവിന്റെ ഭാഗത്തു നിന്നുണ്ടായി. അന്നും ഇത്തരത്തിൽ ഒരു ആക്ഷേപം ഉയർന്നത് ആലപ്പുഴയിലെ ഒരു ഹൗസ് ബോട്ടിൽ ഈ ആരോപണ വിധേയരായ വ്യക്തികൾ നൽകിയ സൽക്കാരം സ്വീകരിച്ചതിന് ശേഷം അവിടെ ഇരുന്ന് എഴുതി തയ്യാറാക്കിയ ഒരു റിപ്പോർട്ടാണ് അത് എന്നുള്ളതായിരുന്നു. എന്തായാലും അതിനെയൊക്കെ കീറി മുറിച്ചുകൊണ്ട് പിന്നീട് സ്റ്റേറ്റ് സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ റിപ്പോർട്ട് വരികയും ഇവർ ഗുരുതരമായ പ്രശ്നക്കാരാണ് എന്നുള്ള റിപ്പോർട്ട് പുറത്തു വരികയും ഒക്കെ ചെയ്തിരുന്നു. ഈ സംഭവത്തിലും അന്ന് ജില്ലാ പോലീസ് മേധാവി ചൈത്ര തെരേസ ജോൺ അന്വേഷണത്തിന് ഉത്തരവിടുകയും ഈ കാര്യങ്ങൾ പരിശോധിക്കുകയും ചെയ്തതാണ്. അതിന് പിന്നാലെയാണ് ഇവരൊക്കെ തമ്മിലുള്ള ഒരു ഗുണ്ട കൊട്ടേഷൻ. ഇപ്പോൾ നേരത്തെ നവമി സൂചിപ്പിച്ചതുപോലെ തന്നെ ഇവർ നൽകിയ മൊഴി പ്രകാരം ഇവരെ വിനോദയാത്രയ്ക്ക് പോയി തിരികെ വരുമ്പോൾ കൗതുകത്തിൽ കയറി എന്നുള്ള രീതിയിലൊക്കെയാണ് അവർ പറയുന്നത്. തമ്മനം ഫൈസലിനെ കാണാനുള്ള ഒരു കൗതുകം കൊണ്ട് കയറി എന്നുള്ളൊക്കെ. അങ്ങനെയൊന്നുമല്ല. ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ സാബു SHO ആയി അങ്കമാലിയിലും ഒപ്പം തന്നെ തട്ടേക്കാടും അടക്കമുള്ള വിവിധ ഇടങ്ങളിൽ ജോലി ചെയ്തിട്ടുണ്ട്. ആ ജോലി ചെയ്ത ഇടങ്ങളിൽ ഇവരുമായി നല്ല ബന്ധം സൂക്ഷിച്ചിരുന്ന അല്ലെങ്കിൽ ഈ ക്രിമിനൽ സംഘവുമായി ഉള്ള ബന്ധം വളരെയധികം സൂക്ഷിച്ചിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ള. അത്തരത്തിൽ ഒരു ബോധപൂർവമായ ഒരു കൂടിക്കാഴ്ച, അതായത് സർവീസിൽ നിന്ന് പിരിയാൻ ദിവസങ്ങൾ മാത്രം അവശേഷിക്കെ അത്തരം ഒരു സൽക്കാരം തന്നെയാണ് അവിടെ ഒരുങ്ങിയത് എന്നുള്ള കാര്യത്തിൽ ജില്ലാ പോലീസ് മേധാവി ചൈത്ര തെരേസ ജോൺ അടക്കമുള്ള ആളുകൾക്ക് ഒരു യാതൊരുവിധ സംശയവുമില്ല. അതുകൊണ്ട് തന്നെയാണ് ഇതൊരു കർശന നടപടിയിലേക്ക് ഈ കാര്യങ്ങൾ പോവുകയും ചെയ്തിട്ടുള്ളത്. സജിത്ത്, ഇതിനകത്ത് പുതിയ ഒരു ഡെവലപ്മെന്റ് ഈ ആലപ്പുഴ പോലീസും ഗുണ്ട സംഘങ്ങളുമായുള്ള ബന്ധത്തിൽ ഞാൻ ശരണ്യയിലേക്ക് വരാം. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. സംസ്ഥാനത്തെ ഗുണ്ട പോലീസ് ബന്ധം ശക്തമാകുമ്പോൾ അത് ഏറ്റവും അധികം ഗുരുതരമായി ബാധിച്ചിരിക്കുന്നത് ആലപ്പുഴയിലാണ് ഈ പ്രതിസന്ധി ഏറ്റവും രൂക്ഷമായി വരുന്നത്. കഴിഞ്ഞ ദിവസത്തെ ഒരു ഉദാഹരണം തന്നെ നമുക്ക് ചൂണ്ടിക്കാട്ടാം. കണ്ണൂരിലെ യുവ വ്യവസായിയെ തോക്ക് ചൂണ്ടി ഭീഷണിപ്പെടുത്തിയ കേസിൽ പരാതിപ്പെട്ടപ്പോൾ കേസെടുക്കാൻ കൂട്ടാക്കാതിരുന്ന മാരാരിക്കുരം പോലീസ് പ്രതികളുടെ പേരുവിവരം നൽകിയപ്പോൾ പ്രതികൾ കുഴപ്പക്കാരാണെന്നും വിട്ടുപോകുന്നതാണ് നല്ലതെന്നുമാണ് നിർദ്ദേശിച്ചത്. ഒടുവിൽ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയ ശേഷം മാത്രമാണ്
അന്വേഷണം അനങ്ങി തുടങ്ങിയത്. അങ്ങനെ ഗുരുതരമായൊരു സംഭവമുണ്ട്. ഒരുപക്ഷെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പത്രമാധ്യമങ്ങളിൽ വന്നൊരു വാർത്തയാണ്. പക്ഷേ ഇതിൽ വലിയ രാഷ്ട്രീയ ബന്ധവും ഇടപെടലുമുണ്ട്. അതായത് ഭരണകക്ഷിയിലെ പ്രമുഖർക്ക്, ആലപ്പുഴയിലെ പ്രമുഖർക്ക് ഈ ഗുണ്ടാ മാഫിയകളുമായുള്ള വലിയ ബന്ധമാണ് അത് ശരിവെക്കുന്നത്. ഒടുവിൽ മുഖ്യമന്ത്രി നേരിട്ട് ഇടപെട്ട്, മുഖ്യമന്ത്രിയുടെ ഓഫീസ് നേരിട്ട് ഇടപെട്ട ശേഷമാണ് ഈ വിഷയത്തിൽ ഒരു ഇടപെടൽ കൂടി ഉണ്ടായത് എന്ന സാഹചര്യമാണ്. എന്തായാലും പ്രതിപക്ഷമടക്കം പ്രത്യേകം പരാമർശിക്കുന്നുണ്ട് ആലപ്പുഴയിലെ ഗുണ്ടാ പോലീസ് ബന്ധം. ഏറ്റവും ഒടുവിൽ ഡിവൈഎസ്പി ബിനുവിനെതിരായ അച്ചടക്ക നടപടിയിലേക്ക് പോലും എത്തിക്കുന്നത് ഈ സാഹചര്യമാണ്. അത് രാഷ്ട്രീയ